ഹെമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ തുടക്കം വായിക്കാൻ നല്ല രസമാണ്. തുടക്കത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിലെ ചന്ദ്രൻ വളരെ മനോഹരമാണ്, നക്ഷത്രങ്ങൾ മിന്നിമറയുന്നത് അതിലേറെ ഇമ്പമാണ്. പക്ഷേ ഒരു ഗവേഷകൻ തൊട്ടടുത്ത് ചെന്ന് അതിനെക്കുറിച്ച് കൃത്യത്തിൽ പഠിച്ചു നോക്കുമ്പോൾ കാണുന്നത് ചന്ദ്രന് യാതൊരു തിളക്കവുമില്ല, നക്ഷത്രങ്ങളും തിളങ്ങുന്നില്ല. കൂടുതൽ അടുക്കാതിരിക്കുക, അടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ദൂരെ നിന്ന് കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നതാണ്. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം ട്രെൻഡുകൾ പഠിക്കുന്നത്, മോഡേണിറ്റിയെ പകർത്തുന്നത്, പുതിയ പുതിയ ഡ്രസ്സിങ് സ്റ്റൈലായാലും ലൈഫ് സ്റ്റൈലായാലും ഒക്കെ പകർത്തുന്നത് സിനിമകളിൽ നിന്നാണ്. പക്ഷേ ഈ സിനിമകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊടുക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ് എന്നതിൻ്റെയും കൂടി ഉദാഹരണം, പ്രത്യേകിച്ച് നമ്മുടെ ലിംഗ സമത്വവുമായി ബന്ധപ്പെട്ട്, ജെൻഡറുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടാകുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഏറ്റവും നോർമലൈസ് ചെയ്യുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ, കേരളീയ സംസ്കാരത്തിൻ്റെ നമ്മൾ നൂറ്റാണ്ടുകളായി വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കുടുംബ ശൈലിയുണ്ട്. ഈ കുടുംബ ശൈലിയിൽ നിന്ന് മാറി സമൂഹത്തെ പതുക്കെ പതുക്കെ ഒരു ലിബറലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ എന്താണ് ഈ സിനിമകൾ, സ്ത്രീ പുരുഷ സമത്വം എന്ന ഒരു വല്ലാത്ത ആശയം നമ്മുടെ സിനിമകളൊക്കെ പലപ്പോഴും പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഏറ്റവും കൂടുതൽ അരക്ഷിതരായിട്ടുള്ള സ്ത്രീകളുള്ളത് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മുമ്പേ പലർക്കും അത് അറിയാവുന്നതാണെങ്കിലും ഇപ്പോൾ മാലോകർ മുഴുവനും അറിയുന്ന ഒരു കാര്യം. ഒരു സ്ത്രീ സിനിമയിൽ അവർക്ക് അവസരങ്ങൾ കിട്ടണമെങ്കിൽ, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കൂടുതൽ ചാൻസുകൾ കിട്ടണമെങ്കിൽ അവർ മറ്റു പലരോടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന, അവരുടെ ശരീരം കാഴ്ചവെക്കേണ്ടി വരുന്ന, അവരുടെ ജീവിതത്തിന്റെ മാനാഭിമാനങ്ങൾ പണയം വെക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോ കേരളത്തിൽ അടുത്ത് ആഘോഷിക്കപ്പെട്ട മഹാരാജാസ് കോളേജിലാണ് തോന്നുന്നു ഈ സ്ത്രീകളുടെ, നമ്മുടെ ബോയ്സിന്റെ ഗേൾസിന്റെ ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഞങ്ങൾ രണ്ട് വിഭാഗത്തിനും, പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് എന്നുള്ള വേർതിരിവ് നഷ്ടപ്പെടുത്തിയിട്ട് ഇല്ലാതെയാക്കിയിട്ട് ആ ചുമരിത ഞങ്ങൾ തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അത് തകർത്തിട്ട് ഒരു അതൊരു വലിയ വിപ്ലവമായിട്ട് കേരളത്തിൽ കൊണ്ടാടപ്പെട്ടു. എന്നാൽ ഇപ്പൊ സിനിമയിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ മുറവിളി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഇല്ല എന്നതാണ്, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഡ്രസ്സ് മാറാൻ ഇടങ്ങളില്ല എന്നതാണ്, ഞങ്ങൾക്ക് സെപ്പറേറ്റ് സ്വകാര്യത സംരക്ഷിക്കാനുള്ള ലോഡ്ജുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന വിഷയങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റൂ. അഥവാ സമൂഹം എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും ആണിൻ്റെതായ കുറെ പരിമിതികളുണ്ട്, അതിരുകളുണ്ട്, അതിർവരമ്പുകളുണ്ട്. എന്നതുപോലെ പെണ്ണിൻ്റെതായ കുറെ പരിമിതികളുണ്ട്, അതിരുകളുണ്ട്, അതിർവരമ്പുകളുണ്ട്. ഇത് രണ്ടുകൂടി എങ്ങനെയായാലും ഒന്നാണ് എന്ന് വാദിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും, അങ്ങനെ പ്രചരിപ്പിച്ച് ചെയ്ത് ആണും പെണ്ണും തുല്യരാണ്, ഇനി അഥവാ രണ്ടു കൂട്ടരും ഒന്നിച്ച് താമസിച്ച് അഥവാ ഏതെങ്കിലും പുരുഷൻ കാമഭ്രാന്ത് കൊണ്ട് കയറി പിടിച്ചാൽ നിങ്ങൾക്ക് കേസ് കൊടുത്തൂടെ, കേസ് കൊടുത്താൽ എല്ലാം ആകും എന്ന് പറയുന്ന ഒരു തരം അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വന്നിട്ടുണ്ട്. അപ്പൊ ആ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സിനിമാ മേഖലയിൽ